ഹലോ ഗൈസ്, സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും മറ്റൊരു വിഷു കാലം കൂടി വരവായി. അപ്പം ഞങ്ങളുടെ വിഷു ആഘോഷങ്ങളൊക്കെ ഇവിടെ തുടരുകയായി. അപ്പം ഈ ഒരു ചെറിയ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് വിഷുവിന്റെ തലേദിവസമുള്ളതാണ്. അപ്പം ചെറിയ രീതിയിൽ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് സൗണ്ടും കാര്യങ്ങളും ഉള്ളതൊന്നും പൊട്ടിച്ചില്ല. കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ അവർ ഭയപ്പെട്ട് പോകുമല്ലോ. അതുകൊണ്ട് പൂത്തിരി, അതുപോലെ കമ്പിത്തിരി അങ്ങനെയൊക്കെ ആട്ടോ കത്തിച്ചത്. അതൊക്കെ പിള്ളേർക്ക് കാണാനായിട്ട് നല്ല രസമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വിഷുവിന്റെ അന്നായി നമ്മൾ കല്യാണിമോളെ കണി കാണിച്ചു കേട്ടോ. അപ്പൊ കുഞ്ഞനെയും കണി കാണിച്ചു. അപ്പൊ നമ്മൾ ഒരുപാട് വലിയ രീതിയിൽ ഗ്രാൻഡ് ആയിട്ടൊന്നും വിഷു കണി അറേഞ്ച് ചെയ്തില്ല. നമുക്കറിയാവുന്ന രീതിയിൽ വളരെ ചെറിയൊരു രീതിയിൽ മാത്രം കേട്ടോ വിഷു കണി ചെയ്തത്. അപ്പൊ നമ്മൾ രാവിലത്തേന് അന്ന് പുട്ടായിരുന്നു. പുട്ടും പഴവും പപ്പടവും കൂടെ ആയിരുന്നു. കാരണം ഉച്ചയ്ക്ക് നമ്മൾ എന്തായാലും വിഷു സദ്യ ഒരുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ രാവിലത്തേന് ഒരുപാട് സമയമൊന്നും മെനക്കെടുത്തില്ല. അതുകൊണ്ടാണേ. ഇപ്പൊ 2 കുട്ടികളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കറികളും വലിയ ഗ്രാൻഡൊന്നും ആയില്ല. എന്നാലും ചെറിയ രീതിയിൽ സാമ്പാറും അവിയലും മോരും അതുപോലെ തോരനും പായസവും അങ്ങനെ പറ്റുന്ന രീതിയിൽ വലിയ വറുത്തരക്കറികളൊന്നും നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഏട്ടനുണ്ടായിരുന്നേ. ഏട്ടൻ ഒട്ടുമിക്ക കറികളും തന്നെ വെച്ചത് കേട്ടോ. കാരണം ഞാൻ ഈ പിള്ളേരുടെ പുറകെയൊക്കെ നടക്കുമ്പോൾ ഏട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചേ. അപ്പൊ നമ്മളെല്ലാവരും ഇലയിലൊക്കെ കേട്ടോ. അപ്പൊ വിശേഷ ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമാണ് എല്ലാവരും ഇലയിൽ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ പിള്ളേർക്ക് ഇലയിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തു. കല്യാണിമോൾക്കാണേലും കുഞ്ഞായ്ക്കാണേലും ഇതുപോലെ ഇരുന്ന് ഫുഡൊക്കെ കൊടുക്കുന്നത് ഭയങ്കര സന്തോഷാട്ടോ. ഇങ്ങനെ ഇലയിലൊക്കെ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കല്യാണിമോൾ അടിപൊളിയാ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ഒക്കെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുവാണേ. അവിടെ അമ്മയും അടുത്ത് ഒരു ചിറ്റയുണ്ട്. അപ്പൊ ചിറ്റ എല്ലാവരും കൂടി ഇരുന്ന് ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുക. എല്ലാവരും വിഷു ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കുറച്ച് ലേറ്റ് ആയിപ്പോയി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് പോവാട്ടോ. എങ്ങോട്ടാണെന്നല്ലേ. അപ്പോൾ ഒരു 3.5 വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ 2 കുട്ടികളും കുഞ്ഞായിയും കല്യാണിയും ആദ്യമായിട്ട് ഒരു മൂവി കാണാൻ പോകുന്നതാണേ. അപ്പം ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് ഒരു മൂവി വാഴ 2 കാണാൻ വേണ്ടിയിട്ട് പോവുക. അങ്ങനെ ഞങ്ങൾ നേരെ തിയേറ്ററിലെത്തി ട്ടോ. അപ്പം കല്യാണി ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. കുഞ്ഞായിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ കല്യാണി ഭയങ്കര കരച്ചിലാണ്. അതുകൊണ്ട് അച്ഛനും മോളും കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്തു ട്ടോ. അങ്ങനെ മൂവിയൊക്കെ തുടങ്ങി. ഞാനും കുഞ്ഞനും ഇരുന്ന് ഫുള്ള് കണ്ടു. ഏട്ടനും കല്യാണിയും കുറച്ചേ കണ്ടുള്ളൂ. അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും കല്യാണി ഓക്കെ ആയിട്ടോ. അപ്പോൾ പാട്ട് കേട്ടൊക്കെ തിയേറ്ററിൽ ഇരുന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ മൂവി എല്ലാം കണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ.